ഹായ് മക്കളെ, അവിടെ ചെറുന്ന് വന്നേക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ടാണ്. 9ാം ക്ലാസ് ഹിന്ദിയുടെ നമ്മളെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലേ, ബൂട്ടി കാക്കി എന്നുള്ളൊരു ചാപ്റ്റർ. പ്രേംചന്ദിന്റെ ബൂട്ടി കാക്കി എന്നുള്ളൊരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനും പിന്നെ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നാള് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു, പിന്നെ 9th ബുക്ക് മാറുന്നതിന് മുൻപ് വരെ ഉണ്ടാവാതിരുന്ന ഒരു പുതിയൊരു കാര്യമാണ് ബ്ലർബ് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് നമ്മള്. അപ്പൊ അതാണ് നമ്മളുടെ ഈ ബൂട്ടി കാക്കി കേട്ടാ, ഒരു ഫിലിമിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ. എന്താണോ ആ ഫിലിമിൽ പറയുന്നത് അത് ഷോർട്ട് ആയിട്ടാണ് നമുക്ക് ഇതിന് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ബൂട്ടി കാക്കി പിക്ചർ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയമ്മ എന്നാണ് നമ്മൾ പറയാ. ആ ഒരു ചെറിയമ്മയുടെ കഥയാണ് കേട്ടോ, വയസ്സായ ഒരു ചെറിയമ്മയുടെ ഒരു ചെറിയൊരു കഥയാണ് നമ്മളിപ്പോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കേൾക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കിയേ. ആധുനിക് ഹിന്ദി സാഹിത്യക്കെ കാൽജയ് കഥാകാർ. ആധുനിക് എന്ന് വെച്ചാൽ എന്താ? ആധുനികം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ. ഹിന്ദി സാഹിത്യത്തിലെ കാൽജയ് കഥാകാർ, കാലാതീതമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഥാകാരനാണ് നമ്മളുടെ ആര്? പ്രേംചന്ദ് എന്നുള്ളൊരു കഥാകാരൻ അല്ലേ. പ്രേംചന്ദിന്റെ एक मार्मिक कहानी है, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഹൃദയ സ്പർശിയായ ഒരു കഹാനിയാണ്, ഒരു കഥയാണ് ബൂട്ടി കാക്കി, വയസ്സായ ചെറിയമ്മ എന്നുള്ള ഈ ഒരു കഥ. മാനവീയ കരുണ കി ഭാവന സേ. മാനവീയ കരുണ എന്ന് വെച്ചാൽ എന്താ? മാനുഷിക കാരുണ്യം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു എംപതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അത്രയും മാനുഷിക കരുണ. ഹി ഭാവന സേ, ആ ഒരു ഭാവനയാൽ. ഓതപ്രോത് ഇസ് കഹാനി മേ. ഓതപ്രോത് എന്ന് വെച്ചാല് കവിഞ്ഞൊഴുകുന്ന, ആ ഒരു കാര്യങ്ങളെല്ലാം കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഇസ് കഹാനി മേം, ഈ കഹാനിയിൽ, ഈ കഥയിൽ ബൂട്ടാപ്പേ കി സമസ്യ. ബൂട്ടാപ്പേ എന്ന് വെച്ചാൽ എന്താ? വയസ്സായവരുടെ, വൃദ്ധജനങ്ങളുടെ സമസ്യ, പ്രോബ്ലംസ് ആണ് പ്രസ്തുത് കിയാ ഗയാ ഹേ, അവതരിപ്പിച്ചിരിക്കുന്നത്. വയസ്സായ ജനങ്ങളുടെ പ്രോബ്ലംസ് ആണ് ഇതിൽ അവതരിപ്പിച്ചേക്കുന്നത്. വൃദ്ധജനം കി ജായദാദ് സംബന്ധി. വൃദ്ധജനങ്ങളുടെ ജന്മസിദ്ധമായ അവർക്ക് കിട്ടിയ സംബന്ധി, സ്വത്തെല്ലാം. ലേനെ കെ ബാദ്, തട്ടിയെടുത്തതിന് ശേഷം. ഉൻകി ഉപേക്ഷ കർനെ വാലെ, അവരെ ഉപേക്ഷിക്കുന്ന. സാമാജിക് യാഥാർത്ഥ്യ കി ഓർ കഹാനി ഇഷാര കർത്തി ഹേ. സാമാജിക് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ എന്താ? സമൂഹത്തിൽ നടക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണ് കഹാനി ഇഷാര കർത്തി ഹേ, ഈ ഒരു കഥ ചൂണ്ടിക്കാണിക്കുന്നത്. ബൂട്ടി കാക്കി കോ വിധവ, നമ്മൾ കഥ പറയാണ് കേട്ടോ. ബൂട്ടി കാക്കി കോ വിധവ ഹുയേ, ഈ ഒരു വയസ്സായ ചെറിയമ്മ വിധവയായിട്ട് 5 വർഷം ഹോ ചുക്കേ ഹേ. എത്ര വർഷമായിട്ടുണ്ട്? 5 വർഷം. 5 വർഷമായിട്ട് നമ്മളുടെ ബൂട്ടി കാക്കി വിധവയാണ്, ഭർത്താവ് മരിച്ചുപോയി. ഉസ്കെ ജവാൻ ബേഠേ, ഒരു മകൻ ഉണ്ടായിരുന്നു. ജവാൻ ബേഠേ ഹി ബി, ആ മകൻ പോലും അകാൽ മൃത്യു ഹുയി, അകാലത്തിൽ എന്ത് ചെയ്തു? മൃത്യു ഹുയി, മരണപ്പെട്ടു. അപ്പൊ യുവാവായിരിക്കുമ്പോഴേ തന്നെ ആ ഒരു മകൻ മരണപ്പെട്ടു. ഈ സംസാരമേ, ഈ ഒരു ലോകത്തില് ബൂട്ടി ഖോ, നമ്മുടെ വയസ്സായ ചെറിയമ്മയ്ക്ക് അപ്നാ കഹ്നെ വാല, സ്വന്തം എന്ന് പറയാൻ കോയി നഹി, ആരുമില്ല ഇപ്പൊ ഈ ലോകത്തില്. സ്വന്താണെന്ന് പറയാനായിട്ട് ആരുമില്ല. ഭർത്താവ് മരിച്ചു, ഒരു മകനും മരിച്ചുപോയി. കാക്കി അപ്പിനെ സാരി സംബന്ധി, അപ്പൊ നമ്മളുടെ വയസ്സായ ചെറിയമ്മ എന്താ ചെയ്തേ? എല്ലാ സ്വത്തുക്കളും എന്ത് ചെയ്തു? ഭതീജയ്ക്ക് നാം കർവാക്കർ. ഭതീജ ആരാ? സഹോദരന്റെ മകനാണ് ട്ടാ. സഹോദര പുത്രന്റെ പേരില് നാം കർവാക്കർ എഴുതി കൊടുത്തിട്ട് ഉസ്കെ സാത്ത് രഹ്തീതി, അവരോടൊപ്പാണ് രഹ്തീതി, താമസിക്കുന്നത്. അപ്പൊ സഹോദര പുത്രന്റെ ഒപ്പമാണ് താമസിക്കുന്നത്. സ്വത്തെല്ലാം അവർക്ക് എഴുതി കൊടുത്ത് അവരോടൊപ്പാണ് താമസിക്കുന്നത്. ഇൻസാൻ കെ ലാലച്ച് കി കോയി സീമാ നഹീ ഹോത്തി. ഇൻസാൻ കെ, മനുഷ്യരുടെ, ലാലച്ച് കി, അത്യാഗ്രഹത്തിന്, കോയി സീമാ നഹീ ഹോത്തി, ഒരു അതിരും ഇതേവരെ ഇല്ലാന്ന്. മനുഷ്യന്മാരുടെ അത്യാഗ്രഹത്തിന് ഒരു അതിരും ഇല്ലാന്ന്.
ഇനി നെക്സ്റ്റ് അവരുടെ കാര്യങ്ങളാണ് പറയണേ. ബുദ്ധിറാം ഒരു രൂപ. അപ്പൊ ബുദ്ധിറാം ആണ് നമ്മളുടെ ഈ ഒരു ബൂട്ടിക്കാക്കില്ലേ, സഹോദരപുത്രൻ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പേരാണ് ബുദ്ധിറാം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് രൂപ. അപ്പൊ ഈ ബുദ്ധിറാമും രൂപയും അപ്പനെ കാക്കി കെ പ്രതി, തന്റെ ഈ ചെറിയമ്മയോട് ഇപ്പൊ വരെയാണ് നല്ലതായി പെരുമാറിയിരുന്നത്. എപ്പൊ വരെയാണ് നല്ല രീതിയിൽ പെരുമാറിയിരുന്നത് അവരുടെ ചെറിയമ്മനോട്? എപ്പൊ വരെയാണ് നോക്കിയേ, ജബ് തക്, എപ്പൊ വരെയാണോ വ ഉനെ അപ്പനി സാരി സംബന്ധി, നമ്മളുടെ ചെറിയമ്മയുടെ എല്ലാ സ്വത്തുക്കളും ഉപഹാർ മേം നഹി ദേ ദേത്തി, സമ്മാനായിട്ട് കൊടുക്കാതിരുന്നത് എപ്പോ വരെയാണോ അപ്പൊ വരെയാണ് ഈ ബുദ്ധിറാമും നമ്മളുടെ രൂപയും ഈ നമ്മളുടെ ബൂട്ടിക്കാക്കിയുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയിരുന്നേ. കാരണം എന്താ, സ്വത്തൊക്കെ കിട്ടണല്ലേ, അടിച്ചു മാറ്റണം. അപ്പൊ ആ കിട്ടണത് വരെ നല്ല രീതിയിലായിരുന്നു ഈ ചെറിയമ്മയുടെ അടുത്ത് ബുദ്ധിറാമും മഹിളയും പെരുമാറിയിരുന്നേ. ബുദ്ധിറാമും മഹിളയും ആരാ? സഹോദരന്റെ പുത്രനാണ് കേട്ടാ. പുത്രനും അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രൂപ. അപ്പൊ അവർ രണ്ടുപേരും ഈ സ്വത്ത് അടിച്ചു മാറ്റുന്നത് വരെ, അടിച്ചാ കിട്ടുന്നത് വരെ നല്ല രീതിയിലായിരുന്നു ഈ ചെറിയമ്മയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ഈ ആളുകൾ ആരൊക്കെയാണ്? ബുദ്ധിറാമും മഹിളേട്ടാ. ബാത് ബാത് പർ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ബൂട്ടി കാക്കി കാ അപമാൻ കർക്ക, എന്താണ്? അപമാനിക്കും. നമ്മുടെ വയസ്സായ ചെറിയമ്മയെ അപമാനിക്കും. ഓർ തിരസ്കാർ കർത്തേ, തിരസ്കരിക്കുകയും ചെയ്യും. അപ്പൊ ഫുൾ എന്ത് ചെയ്യും? അപമാനിക്കാറാണ് പതിവ്. സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞു, അപ്പൊ സംസാരിക്കുന്നതിൽ മൊത്തം അപമാനിക്കും, അവോയ്ഡ് ചെയ്യുക ചെയ്യും. ബർപേട്ട് ഭോജൻ സേബി, വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്ന് പോലും നമ്മളുടെ ബൂട്ടിക്കാക്കി, നമ്മുടെ വയസ്സായ ചെറിയമ്മ വഞ്ചിതയാവുകയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല വയറ് നിറയെ എന്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല? ഭക്ഷണം പോലും ഈ ബുദ്ധിറാമും മഹിളയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. സ്വത്തൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവർക്ക് സ്വത്തൊക്കെ കിട്ടി, അവർക്ക് അത് മതി. ഫുഡ് എന്തിനാ കൊടുക്കുന്നേ അല്ലേ? അപ്പൊ അങ്ങനെ ഭക്ഷണം ഒന്നും കൊടുത്തിരുന്നില്ല. ഇനി എന്താ? ജോ റിശ്തേ ബുനിയാദ് പർ ടികേ ഹോതേ ഹേ, ഏത് ബന്ധമാണോ, ഏത് റിലേഷൻഷിപ്പ് ആണോ ഒരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്, വേ റിശ്തേ, ആ ഒരു ബന്ധം പോലും ഹി ഗദം ഹോ ജാത്തേ ഹേ, ഇപ്പൊ അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു കുഴപ്പവും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു ഇവരുടെ അല്ലേ. ഇപ്പൊ ആ ഒരു ബന്ധവും അവസാനിച്ചു കഴിഞ്ഞു. ചോട്ടി ലടുക്കി, ഇനി ഇവർക്കൊരു മകളുണ്ട്. ചോട്ടി ലടുക്കി, ചെറിയ പെൺകുട്ടിയായിട്ടുള്ള ലാഡ്ലി എന്നാണ് കേട്ടോ അവളുടെ പേര്. ലാഡ്ലി നല്ലൊരു കുട്ടിയാണ്. പരിവാർ മേ ഏക് മാത്രേ സീഹേ, കുടുംബത്തിലെ ഫാമിലിയിലെ ഏക് മാത്രേ സീഹേ, ഒരേ ഒരു കുട്ടിയാണ്. എങ്ങനെയുള്ള കുട്ടിയാ? ജോ ഉസ് ഗരീബ് ആത്മാക്കി, ആ ഒരു ഗരീബ് ദരിദ്രയായ ആത്മാവിനെ, ആരെയാണ്? നമ്മളുടെ ബൂട്ടിക്കാക്കിയെ ദേഖ്ഭാൽ കർത്തി ഹേ, നോക്കുന്നത് ഈ ഒരു ലാഡ്ലി എന്ന് പറഞ്ഞ കുട്ടി മാത്രമായിരുന്നു. നമ്മളുടെ ചെറിയമ്മേനെ നോക്കിക്കൊണ്ടിരുന്നത്, കെയർ ചെയ്തിരുന്നത് ഈ ഒരു ലാഡ്ലി മാത്രമായിരുന്നു. അവൾക്ക് നമ്മളുടെ ബൂട്ടിക്കാക്കിയോട് നല്ല സ്നേഹമായിരുന്നു. മുൻഷി പ്രേംചന്ദ്ക്ക്, നമ്മുടെ മുൻഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയ കഹാനി പർ, അവിസ്മരണീയമായ ഒരു കഹാനി, ഒരു കഥയിൽ ഗുൽസാറിന്റെ സംവേദനശീൽ ഓർ മാർമിക് ലഘു ഫിലിം, എന്താ? മാർമിക് ലഘു ഫിലിം എന്നാ പറയുന്നേ. മാർമിക് എന്ന് വെച്ചാല് അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഫിലിം, ചെറിയൊരു മൂവിയാണ് നമ്മളുടെ ബൂട്ടിക്കാക്കി എന്നുള്ളൊരു ഈ ഒരു മൂവി. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ് കേട്ടോ, പഠിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടാ ചോദിക്കുക. ഓക്കെ, അപ്പൊ ചെറിയൊരു കഥയാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ. നമുക്ക് പഠിക്കാനായിട്ട് ആ ഒരു വലിയൊരു ഫിലിം ഉണ്ട്, ആ ഒരു ഫിലിമിന്റെ ചെറിയൊരു സ്റ്റോറി ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ് ബ്ലർബ് നമ്മൾ പറയാം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എല്ലാവർക്കും പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിലിം കെ മുഖ്യ പാത്ര കോൻ കോൻ ഹേ, സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബൂട്ടിക്കാക്കി. ആരൊക്കെയാണ് കഥാപാത്രങ്ങള്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, ആരൊക്കെയാണ് കഥാപാത്രങ്ങള്? ബൂട്ടിക്കാക്കി, വയസ്സായ ചെറിയമ്മ, നമ്മളുടെ
വയസ്സായ ചെറിയമ്മയുണ്ട്, ലാഡ്ലി പെൺകുട്ടിയായിട്ടുള്ള ലാഡ്ലി ഉണ്ട്, പിന്നെ ബുദ്ധിറാം, രൂപ. ബുദ്ധിറാം സഹോദരപുത്രനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രൂപ. ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലിം കിസി സമസ്യ കി ഓർ സംകേത് കർത്തി ഹേ. ഫിലിം ഏതൊരു പ്രോബ്ലത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഏത് പ്രോബ്ലത്തെയാണ്? വൃദ്ധജനോം കി ഉപേക്ഷ കർണേ വാലി. വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കുന്ന ആധുനിക് സമാജ്. ഇപ്പോഴത്തെ ഈ ഒരു തലമുറയെയാണ്, സമൂഹത്തെയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അതാണ് ഇതിന്റെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇതിന്റെ മെസ്സേജ്, ആ ഒരു എന്താ പറയാ, കണ്ടന്റ് എന്ന് പറയില്ലേ നമ്മള്, അത് ഇതാണ് കേട്ടാ. അതിനെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ഇതിന്റെ മൂൽ കഥ എന്ന് വെച്ചാൽ, ഈ ഒരു കഹാനി എഴുതിയ ആളുടെ പേരെന്താ? മുൻഷി പ്രേംചന്ദ്. പ്രേംചന്ദ് ആണ് കഥ എഴുതിയത്. നിർദ്ദേശക്, ഈ ഫിലിമിന്റെ നിർദ്ദേശക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സംവിധായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗുൽസാറാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി മക്കളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്ര മാർക്കിനാണ് ചോദിക്കുക? 4 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. किसी मनपसंद किताब पर या फिल्म की शस्ती तैयार करे. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കിന്റെയോ അതോ ഒരു ഫിലിമിന്റെയോ ഇതേപോലെ ഷോർട്ട് ആയിട്ട് ഒരു ബ്ലർബ് തയ്യാറാക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഷോർട്ട് ആയിട്ട്, നമ്മളിപ്പോ ഒരു ഫിലിം കണ്ട ആ ഫിലിം മൊത്തം നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു ഫിലിം തന്നെ ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് നമ്മളുടെ ഈ ഒരു കഫൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. കഫൻ എന്ന് വെച്ചാൽ പട്ട് എന്നാണ് അർത്ഥം. അപ്പൊ ആ ഒരു മൂവിയുടെ ചെറിയൊരു ഷോർട്ടായിട്ട് എന്താണ് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ ബ്ലർബായിട്ട് എഴുതി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മൂവിയുടെ പേരിലെ കഫൻ നമ്മൾ ഹെഡിങ് കൊടുത്തു. പെട്ടെന്ന് നമുക്ക് നോക്കാം. പ്രേംചന്ദ് കി കഹാനിയോ മേം. പ്രേംചന്ദിന്റെ കഥകളിൽ ഗരീബോം കെ ജീവൻ കാ, ദരിദ്രരുടെ ജീവിതത്തിലെ വർണ്ണൻ മിൽത്താ ഹേ. ദരിദ്രരുടെ ജീവിതമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും ഈ ദരിദ്രരായ ആളുകളുടെ ഒരു വർണ്ണനയാണ് അദ്ദേഹത്തിന്റെ കഥകളിൽ കാണാൻ സാധിക്കുക. അപ്പൊ അതേപോലെയുള്ള ഒരു കഥ തന്നെയാണിത്. കഫൻ കാ പാത്ര. ഈ കഫൻ എന്നുള്ള ഈ ഒരു നമ്മളുടെ ഈ ഒരു ഫിലിമിലെ കഥാപാത്രം ആരാണ്? ഗിസു ഓർ പുത്ര മാധവ്. ഗിസു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പുത്രനാണ് മാധവ്. ആലസീതേ, വളരെ അലസന്മാരാണ്, വളരെ അലസന്മാര്, മടിയന്മാരാണ്. മാലിക് നെ ഉനെ. മാലിക് എന്ന് വെച്ചാൽ ഈ ഉടമസ്ഥർ, വലിയ ഉടമസ്ഥരെല്ലാം, ഉനേം അവർക്ക്, കം കം എന്നാണ് കേട്ടാ, കം കം എന്നാണ്. കം എന്ന് വെച്ചാല് വളരെ കുറവ്. മസ്ദൂരി ദേത്തെ ഹേ, ശമ്പളം മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ജീവൻ കി ആർത്തിക് പാരിസ്ഥിതി വേ. ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള എല്ലാ സംഭവങ്ങളും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ, ഒരു പരിസ്ഥിതി, ആ ഒരു എൻവയോൺമെന്റ് എല്ലാം ഇവരെങ്ങനെയായിരുന്നു മറികടന്നിരുന്നേ? ദാരു പീക്കർ, മദ്യപിച്ചിട്ടായിരുന്നു, ഭൂൽത്തേതേ, മറന്നിരുന്നത്. അപ്പൊ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം മദ്യപിച്ചിട്ടായിരുന്നു അതെല്ലാം മറന്നിരുന്നത് കേട്ടോ. മാധവ് കി പത്നി, മാധവിന്റെ ഭാര്യ, ധന്യ മർനെ കെ ബാദ്, ധന്യ എന്നാണ് പേര്, അവര് മരിച്ചതിന് ശേഷം, ഉസ്കി ലാഷ് കെ, അവരുടെ ലാഷ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡി ട്ടാ, ശവശരീരത്തെ, സംസ്കാർ കെ ലിയേ, സംസ്കരിക്കാനായിട്ട്, കഫൻ ഖരീദിനെ മേം, കഫൻ എന്താ, ആ ഒരു പട്ട് നമ്മൾ ഇങ്ങനെ വിരിക്കണം അല്ലെ, ആ പട്ട് വാങ്ങാൻ പോലും, മേംബി അതിനെ പോലും, വേ അസമർത്ഥരഹേ, അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല, അതിനുള്ള പൈസ പോലും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നില്ല. സേവക് ലോകോം കെ ജീവൻ കാ, സേവക് ലോകോം എന്ന് വെച്ചാൽ എന്താ, താഴ്ന്ന തട്ടിലുള്ള ഇങ്ങനെ തൊഴിലാളികളല്ലേ, അവരുടെ ജീവിതത്തിലെ, അവരുടെ ജീവൻ കാ, ജീവിതത്തിലെ, യഥാർത്ഥ ചിത്ര ഹേ ഇസ്മേ, യഥാർത്ഥ സംഭവം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ബ്ലർബോ ശക്തിയോ എഴുതാൻ പറഞ്ഞാല് ഈ ഒരു കാര്യം, ഈ ഒരു കഫൻ എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം. ഇതും കൂടി മക്കളൊന്ന് പഠിച്ചു വെക്കുക. 4 മാർക്കിനാണ് ചോദിക്കുക. ഇനി നമുക്ക് ഈ യൂണിറ്റിന്റെ എൻഡിൽ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ യൂണിറ്റിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിച്ചു. അപ്പൊ അതിലെ ഏറ്റവും അവസാനം എടുക്കുന്ന ഒരു സഹി പ്രസ്താവന ഒക്കെ നമ്മൾ എഴുതില്ലേ, ശരിയായത് എടുത്തെഴുതാൻ. അപ്പൊ ഇവിടെ ശരിയായത് ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യാം. ഗലത്ത് എന്ന് വെച്ചാൽ തെറ്റാണ്, തെറ്റായത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, നമ്മളുടെ നട്ട്കട്ട്, ജട്ട്പട്ട് ഓർ നട്ട്കട്ട് ആണ് കേട്ടോ.
ബഡാ ഭായ് നദി മേം ഗുദ്കർ ഛോട്ടേ കി ജാൻ ബച്ചാത്തെ ഹേ. നമ്മളുടെ വലിയ ചേട്ടൻ എവിടെ ഇറങ്ങിയിട്ട്, നദിയിൽ ഇറങ്ങിയിട്ട് ഛോട്ടേ ഭായിയുടെ ജീവൻ രക്ഷിച്ചു. ഡൗട്ട് ഉണ്ടോ? ശരിയല്ലേ? ശരിയാണ്, സഹി. കൈ ദിനം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി ഗ്രാമീൺ സൗന്ദര്യ കാ ആസ്വാദൻ കർത്തേ ഹേ. കവി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചു. ബഹുദിനം കെ ബാദിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യനാ, ശരിയല്ലേ? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധിറാം और रूबा हमेशा बूटी काकी का आदर करते थे. ബുദ്ധിറാമും അഖിലയും എപ്പോഴും നമ്മളുടെ ബൂട്ടി കാക്കിനെ ആദരിക്കും. ശരിയാണോ? തെറ്റാണല്ലേ? എപ്പോഴും തിരസ്കാരക്കാരനെ എപ്പോഴും എന്താ ചെയ്യാ? അപമാനിക്കുകയാണ് ചെയ്തിരുന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൂട്ടി കാക്കി के युवा पुत्र की अकाल में मृत्यु हुई. ബൂട്ടി കാക്കിയുടെ യുവാവായ ഒരു പുത്രൻ അകാലത്തിൽ ചെറുപ്പത്തിലേ മരിച്ചു പോയി. ശരിയാണ് കേട്ടോ, ഇത് ശരിയാണ്. നെക്സ്റ്റ്, ദോ ബാലക് കപടെ സുഖാനെ കെ ലിയേ. രണ്ട് ബാലകന്മാർ ആരൊക്കെയായിരിക്കും? ബാലന്മാരാരൊക്കെയായിരിക്കും? ജട്പടും നട്കട്ടും. അവരുടെ വസ്ത്രം ഉണങ്ങാനായിട്ട് ധൂപ് മേം ഖേൽത്തെ ഹേ, വെയിലത്ത് കളിച്ചൂന്ന്. തെറ്റാണല്ലേ? അവരെന്താ ചെയ്തേ? ദൗത്തേ രഹേ, ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ അത് തെറ്റാണ്. അപ്പനെ ഗാവ് കി ഹാലത്ത് ദേഖ് കർ, തന്റെ ഗ്രാമത്തിലെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് കവി ബഹുത് പരേഷാൻ ഹേ, കവി ടെൻഷൻ അടിക്കുകയാണെന്ന്. ശരിയാ തെറ്റാ? തെറ്റാണല്ലേ? കവിക്ക് നല്ല സന്തോഷാണ്. അപ്പൊ ഇത് തെറ്റാണ്. തെറ്റ് ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇടണ്ടേ. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, മെഹനതി ബാലികാവും കാ ഗാന മൻ മേ ഖുഷി ലാതാ ഹേ. അധ്വാനിക്കുന്ന ആ ഒരു ബാലികമാരുടെ ഗാന, പാട്ട്, മൻ മേ, മനസ്സിൽ, ഖുഷി ലാതാ ഹേ, നല്ല സന്തോഷം നമുക്ക് പകർന്നു നൽകുന്നു. ശരിയല്ലേ? ശരിയാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഇതും കൂടി മക്കളൊന്ന് പഠിച്ചു വെക്കാം കേട്ടാ. നമ്മളുടെ ഈ ഒരു യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ചിലപ്പോൾ സഹി പ്രസ്താവനയായിട്ട് ചോദിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ യൂണിറ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ഏതൊക്കെയാണ്? ജട്പട്ട് ഓർ നട്കട്ട്, ബഹുത് ദിനോം കെ ബാദ്, ബൂട്ടി കാക്കി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കുക. ഇതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.